ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദോശയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഉഴുന്നില്ലാതെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബൺ ദോശയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്താകുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. എന്താ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ബൺ ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ള ഉലുവ മാത്രം മതി, വളരെ കുറച്ച് മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷമാണ് നമ്മളിത് കുതിരാനായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടി. ഇപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വേറൊരു ഗ്ലാസ്സിലേക്കോ പാത്രത്തിലേക്കോ എന്തെങ്കിലും മാറ്റി വെക്കാം. നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് അരി അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ കുതിർന്നിരിക്കുന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്കിതിലേക്ക് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരിയതാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരിയതും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്ന നേരത്ത് ഒരുപാട് കൂടി പോകരുത്, കാരണം നമുക്കിത് നല്ല കുറുകിയ മാവായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കുറുകിയാണ് ഈ മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ലൂസായി കിട്ടാനായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലേ നമ്മളുടെ മാവ് ആകാവുള്ളൂ. അപ്പോൾ കുതിരുന്ന നേരത്ത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഈ പരുവത്തിൽ നമുക്കിനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ 8 മണിക്കൂർ നേരത്തേക്ക് ഇത് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവെന്ന്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വരണ്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മൂപ്പിച്ചൊഴിച്ച സാധനങ്ങളും മാവും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ ആട്ടോ മാവിലോട്ട് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മാവിൻ്റെ പരുവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബൺ ദോശ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചട്ടി ആട്ടോ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മൾ പരത്തിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണകളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശ. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പച്ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പഞ്ഞി പോലെ അതിരിക്കുന്നതെന്ന്. ഇതുപോലെ എല്ലാം ഇവിടെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.